ധൈര്യമുള്ള ആളാണെങ്കിൽ ആളിനോട് ഒരു ചോദ്യം ചോദിക്കണമെന്ന് കരുതിയിട്ട് വന്നതാണ്. പക്ഷെ എനിക്ക് ആ ചോദ്യം ചോദിച്ചാൽ ആൻസർ കിട്ടുമെന്ന് അറിയില്ല. അല്ലെങ്കിൽ 2000. എന്നാ ശരി, ഞാൻ തോൽവി സമ്മതിച്ചു. ഒരു എങ്ങനെ പറയും മലയാള സീരിയൽ സിനിമാ രംഗത്ത് വളരെ ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്ത് മുൻനിരയിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യുവ നടിയാണ് ഇന്ന് നമ്മോടൊപ്പം. ഈ അടുത്ത് റിലീസായ മായമ്മ എന്ന ചിത്രത്തിലെ ഒരു പ്രധാന കഥാപാത്രം ചെയ്ത് സിനിമാ മേഖലയിൽ മുൻപന്തിയിലേക്ക് ശക്തിയോടെ നടന്ന് മുന്നേറുന്ന ഒരു യുവ നടിയാണ്. വേറെ ആരുമല്ല, ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ എവരുടെയും പ്രിയങ്കരിയായ അങ്കിതയാണ് നമ്മോടൊപ്പം. സ്വാഗതം അങ്കിത. താങ്ക് യു. അപ്പം നമുക്ക് ഏറ്റവും പുതിയ വിശേഷങ്ങളിൽ നിന്ന് തുടങ്ങാം എന്ന് തോന്നുന്നു. ഏറ്റവും പുതിയ വിശേഷം സിനിമ തന്നെയായിരിക്കും അല്ലേ? നമ്മുടെ മായമ്മ എന്ന സിനിമ തന്നെയായിരിക്കും. അതിന് 25 ദിവസം പൂർത്തിയായതിന്റെ സെലിബ്രേഷൻ ഓൾറെഡി കഴിഞ്ഞിട്ടിരിക്കുകയാണ്. ഇച്ചിരി ടയർഡാണ്, കാണുമ്പോൾ തന്നെ അറിയാം. അതെ. അപ്പം ഈ ഒരു സിനിമ ആദ്യത്തെ റിലീസാണ്, ആദ്യത്തെ ഒരു മൂവിയാണ് റിലീസ് ആവുന്നത് അല്ലേ? ഫസ്റ്റ് മൂവി. രണ്ട് മൂവീസ് ചെയ്തു. ഫസ്റ്റ് ഇസ് പോലീസ് ഡേ, റിലീസ് ആയത് മായമ്മയാണ് റിലീസ് ആയത്. 25 ദിവസം ഓടിയ ഒരു മൂവി, സക്സസ്ഫുൾ ആയിട്ട് ഓടിയ ഒരു മൂവി, അതിന്റെ ഒരു 25th ഡേ സെലിബ്രേഷൻ കഴിഞ്ഞിട്ട് നിൽക്കുമ്പോൾ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവും ഞാൻ കരുതുന്നു. എങ്ങനെയാണ് ആ ഒരു സിറ്റുവേഷനെ കാണുന്നത്? സന്തോഷം, ഭയങ്കര സന്തോഷം. കാരണം ഇത് എല്ലാവരും പറയുന്ന പോലെ ഒരു ചെറിയ മൂവിയാണ്, ബട്ട് ഫാമിലി ഓഡിയൻസ് അത് ഏറ്റെടുത്തു, ഇവിടെ വരെ എത്തിച്ചു. അത് സിനിമ ഈ 25 ദിവസം കഴിയുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഓഡിയൻസിലേക്ക് എത്തിയെന്ന് തോന്നുന്നുണ്ടോ? അതോ ഏതെങ്കിലും നിലയ്ക്ക് എവിടെയെങ്കിലും ചില ചലഞ്ചസ് ഫേസ് ചെയ്തോ ഇതിന്റെ റിലീസുമായി ബന്ധപ്പെട്ട്? ഈ പറയുന്ന പോലെ ഇറ്റ്സ് എ സ്മോൾ ബഡ്ജറ്റ് മൂവി, അതിന്റെ കുറെ ഇഷ്യൂസ് ഉണ്ട്. ഈ പറയുന്ന പോലെ ഇപ്പൊ ആക്ച്വലി തിയേറ്റേഴ്സിലെല്ലാം ആർട്ടിസ്റ്റ് വാല്യൂ ഉണ്ടെങ്കിൽ മാത്രമേ എല്ലായിടത്തും ബിസിനസ് ഉള്ളൂ, ഡിസ്ട്രിബ്യൂഷൻ ഉള്ളൂ. അപ്പം വലിയ വലിയ പടങ്ങൾ, ഈവൻ ഇഫ് ദ മൂവി ഈസ് നോട്ട് അറ്റ് ഓൾ ഗുഡ്, ഒരു പൊട്ട സിനിമയാണെങ്കിൽ പോലും ബിഗ് ബഡ്ജറ്റ് മൂവി ആണെങ്കിൽ ദേ ആർ റെഡി. അപ്പം ഇങ്ങനത്തെ സിനിമകൾ ആൾക്കാർ അറിഞ്ഞു വരണം, വേദി കണ്ടെത്തുക എന്നുള്ളതാണ് സത്യം. ഇപ്പം നമ്മുടെ സിനിമയിൽ പോലും കുറേ ഡിസ്ട്രിബ്യൂഷൻ അല്ല, തിയേറ്റർ സൈഡിൽ നിന്ന് കുറേ പ്രോബ്ലംസ് നമുക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന പോലെ പോസ്റ്റേഴ്സ് ആണെങ്കിലും ഇപ്പോൾ ഷോസിൻ്റെ ആണെങ്കിലും ഇപ്പോൾ എല്ലാവർക്കും അവിടെ പോയി എത്തി എന്താ അവസ്ഥ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഇപ്പം ആൾക്കാർ പോയിട്ടും ഷോ ഇല്ലാന്ന് പറഞ്ഞു വിട്ട് തിയേറ്റേഴ്സും ഉണ്ട്. ഇപ്പൊ എന്തോ മിനിമം 2 പേരെങ്കിലും ഉണ്ടെങ്കിൽ ചിലർ ഓടിക്കോളെന്നൊക്കെ പറയുന്നുണ്ട്. 10 ചിലടത്ത് 30 അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പം ഒരു പുതിയ സിനിമയുടെ ഭാഗമായിട്ട് വന്നിരിക്കുന്ന ഒരാളിന് പ്രതീക്ഷകൾ, അതായത് ഭാവിയിലേക്കുള്ള പ്രതീക്ഷകൾ ഒട്ടും കുറവായിരിക്കില്ല. കാരണം നമ്മൾ ആഗ്രഹിച്ച ഒരു തുടക്കം കിട്ടിക്കഴിഞ്ഞു, ഇനിയൊരു വലിയൊരു യാത്രയാണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പം വെരി നെക്സ്റ്റ് ആയിട്ട് ഏതെങ്കിലും മൂവി കമ്മിറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഡിസ്കഷനിലാണ് പറയുന്നത്. പിന്നെ എല്ലാവരും പറയുന്നത് വരുന്നുണ്ട് അതൊന്നുമല്ല. കുറച്ച് കോൾസ് വന്നു, ബട്ട് ഞാൻ കൂടുതലും വെയിറ്റ് ചെയ്യുന്നത് മായമ്മ എന്നുള്ളൊരു മൂവി, അതിൻ്റെ കറക്റ്റ് റെസ്പോൺസ് അറിയണമെങ്കിൽ ഇത് OTT-യിൽ എത്തണം. OTT-യിൽ എത്തി കൂടുതൽ ആൾക്കാർ കണ്ടറിഞ്ഞ് മാത്രമേ ഇനി ഒരു രക്ഷയുള്ളൂ. കാരണം ഞാനിപ്പോൾ എല്ലാവരോടും സിനിമ കാണാൻ പോകുന്നത് ഞാൻ അറേഞ്ച് ചെയ്തുതരാമെന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും പറയുന്നത് OTT-യിൽ വരില്ലേ, കണ്ടോളാം. സത്യം, OTT ഹാസ് ടേക്കൺ ഓവർ. അതുകൊണ്ടാണ് മേ ബി ഈ തിയേറ്ററുകാർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന്റെ റീസൺ അവർക്കും ജീവിക്കണമല്ലോ, കുറ്റം പറയാൻ പറ്റില്ല. അപ്പം മേ ബി അതും ആവാം. അപ്പൊ ഈ OTT-യിലാകുമ്പം എല്ലാവർക്കും എപ്പോൾ വേണേലും ഇരുന്ന് കാണാം, ആ ഒരു പ്രിഫറൻസ് അവിടെ ഉണ്ട്. അപ്പം മേ ബി അതായിരിക്കും. ഈ വളർന്നു വരുന്ന താരങ്ങൾക്ക്, അതായത് ഒരു പുതിയ ആൾ സിനിമയിലേക്ക് എത്തുമ്പം അനുഭവിക്കുന്ന ഒരുപാട് ചാലഞ്ചസ് ഉണ്ട്. ഈ ചാലഞ്ചസ് കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് നെപ്പോ കിഡ്സ് എന്ന് പറയുന്ന കുറച്ച് കാലമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്. നമ്മുടെ ഇൻഡസ്ട്രി നോക്കിക്കഴിഞ്ഞാൽ ഇൻഡസ്ട്രി ഭരിക്കുന്നതിൽ ഒരു 50% പേരും, ഞാൻ നെപ്പോ കിഡ് എന്ന് വീണ്ടും അവരെ എടുത്തു പറയുന്നില്ല, പക്ഷെ ആ ഒരു കാറ്റഗറി, സോ കോൾഡ് ആ കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാരാണ്. അപ്പം അങ്ങനൊരു നെപ്പോ കിഡ് വിഭാഗത്തിൽ പെടാത്തത് ഒരു ഏതെങ്കിലും നിലയ്ക്ക് അങ്കിതയുടെ ആഗ്രഹങ്ങൾക്ക് ഒരു തടസ്സമാവാൻ സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു? ഒരിക്കലുമില്ല. പൃഥ്വിരാജ് സാർ ഈയിടെ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു, ഐ എം എ നെപ്പോ കിഡ്. പക്ഷെ ആ നെപ്പോ കിഡ് ആയതുകൊണ്ട് എനിക്ക് എൻ്റെ ഫസ്റ്റ് ഫിലിം മാത്രമേ കിട്ടിയുള്ളൂ, ബാക്കിയെല്ലാം അദ്ദേഹത്തിന്റെ ഹാർഡ് വർക്ക്. ചെറിയ കാര്യമല്ല. അതെ, ഫസ്റ്റ് മൂവി കിട്ടണമെങ്കിൽ. യെസ്, അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ചിലപ്പോൾ അവർക്ക് ഫസ്റ്റ് മൂവി കിട്ടുമായിരിക്കും, ബട്ട് അഗൈൻ ഫോർ ദ നെക്സ്റ്റ് അവർ തന്നെ. അല്ല, പക്ഷെ ഇതിലൊരു കാര്യമുണ്ട്, ഈ നെപ്പോ കിഡ് എന്ന് നമ്മൾ പറയുന്ന ആൾക്കാരിൽ എല്ലാവരും അത്ര മികച്ച നിലയ്ക്ക് ഇൻഡസ്ട്രിയിൽ പെർഫോം ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. പക്ഷെ അവരുടെ പെർഫോമൻസിനപ്പുറം അവർക്ക് അവസരങ്ങളും കിട്ടുന്നുണ്ട്. അപ്പം ഇപ്പം അങ്കിത പെർഫോം ചെയ്തത് വളരെ മികച്ച രീതിയിലാണെങ്കിൽ പോലും അടുത്തൊരു മൂവിയിലേക്ക് എൻട്രി കിട്ടുക എന്ന് പറയുന്നത് അത്ര ഈസി അല്ല. ഇച്ചിരി തിരക്കുള്ള ഒരു ഇൻഡസ്ട്രി കൂടിയാണ്. അപ്പം ആ ഒരു കാറ്റഗറിയിൽ പെടുക എന്ന് പറയുന്നത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമുക്ക് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് ആണ് അല്ലേ? ആ അഡ്വാൻറ്റേജ് ഇൻഡസ്ട്രിയിൽ അവരൊരു സ്റ്റാർ ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം അവരെ ഇപ്പം ഇൻ കേസ് അവരിപ്പം ഇൻഡസ്ട്രിയിലോട്ട് ഇല്ലെങ്കിൽ ആക്ടിങ്ങിലോട്ട് വന്നില്ലെങ്കിലും അവരെ തിരഞ്ഞെടുക്കാൻ ഈസിയാണ്. കറക്റ്റ്.
അവർ ഓൾറെഡി ഒരു ഇൻഫ്ലുവൻസർ ആയി കഴിഞ്ഞിരിക്കുകയാണ്. ഇൻ കേസ് ഇപ്പം ഏതെങ്കിലും ഒരു ഡയറക്ടർ സിനിമ ചെയ്യാൻ മറ്റേ ആളുടെ മകളുണ്ടല്ലോ എന്നെങ്കിലും ചിന്തിച്ചു പോകും. പക്ഷെ അത് ആ ഒരു പ്രവണത ഇൻഡസ്ട്രിക്ക് നല്ലതായിരിക്കും. ഇൻഡസ്ട്രി എന്ന നിലയിൽ ചിന്തിക്കുമ്പോൾ ഒരു ഹെൽത്തി ഇൻഡസ്ട്രിക്ക് അങ്ങനൊന്നും പറയാൻ ഞാനായിട്ടില്ല. ബിക്കോസ് എനിക്ക് അറിയില്ല, എവറിബഡി ഈസ് ഡിഫറെന്റ്. ചിലപ്പോൾ അവർക്ക് അത്രയും കഴിവുണ്ടെങ്കിലോ നല്ലതല്ലേ, അങ്ങനെ ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും മറ്റുള്ളവരുടെ കഴിവ് എക്സ്പോഷർ ചെയ്യുന്നതിനുള്ള ഓപ്പർച്യൂണിറ്റീസിന് ഇത് തടസ്സമാവാൻ പലപ്പോഴും ഒരു ബിഗ് ബഡ്ജറ്റ് മൂവീസിന്റെ പാർട്ടാവാൻ പുതുമുഖങ്ങൾക്ക് സാധിക്കാതെ വരുന്നുണ്ട്. ഇപ്പം മുൻപ് അങ്ങനെ ആയിരുന്നില്ല. പുതുമുഖങ്ങളായിട്ട് ഒരുപാട് പേര് വന്ന് ഇൻഡസ്ട്രിയിൽ എസ്റ്റാബ്ലിഷ്ഡ് ആവുന്നുണ്ട്. ഇപ്പം ഏത് സിനിമയിലാണ് ഒരു പുതുമുഖ നായികയെ എടുക്കുന്നത്? അതെ അതെ അതെ, അത് പറഞ്ഞപ്പോഴാണ് എനിക്ക് മറ്റൊരു കാര്യം കൂടി ഓർമ്മ വന്നത്. ഇപ്പോൾ ശരിക്കും ഇൻഡസ്ട്രിയിൽ നിന്ന് നായികമാർ പതുക്കെ പതുക്കെ ഔട്ടാവുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നതായിട്ട് തോന്നുന്നുണ്ടോ? ഔട്ടാവുന്നതിന്റെ അല്ല, സിനിമ ഹാസ് ബിക്കം എ വെരി ബിഗ് ബിസിനസ്. ഹീറോയിൻസ് ആണെങ്കിൽ പോലും ആ ഒരു ഡിമാൻഡ് ആൻഡ് വാല്യൂ വെച്ചിട്ട് മാത്രമേ ഇടുന്നുള്ളൂ. അതെ, അതൊരു പോയിന്റ് ആണ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഇപ്പം അഞ്ജലി മേനോൻ, നമ്മുടെ ആവേശം ഇറങ്ങിയതിന് ശേഷം അഞ്ജലി മേനോൻ ഒരു പോസ്റ്റ് ഇട്ടു, ഇതിലെ നമ്മുടെ നായികമാരൊക്കെ എവിടെ പോയി എന്നുള്ളൊരു ചോദ്യം. അപ്പോൾ അത് 1-2 പേര് ഏറ്റെടുത്തു, പിന്നീട് അതൊരു ചർച്ചയായി. അപ്പം ശരിക്കും ഇൻഡസ്ട്രിയിൽ ഒരു ജെൻഡർ ഇക്വാലിറ്റി, ഓക്കെ, അവസരങ്ങൾക്ക് ഇക്വാലിറ്റി വേണമെന്നാണോ നമ്മൾ ഡിമാൻഡ് ചെയ്യുന്നത്, അതോ അവസരം കിട്ടുന്നവർക്ക് റെമ്യൂണറേഷനിൽ ഇക്വാലിറ്റി വേണമെന്നാണോ? അങ്ങനെ എന്തെങ്കിലും ഒരു ഇക്വാലിറ്റി തോട്ട് നമുക്ക് ഇൻഡസ്ട്രിയിൽ ഇല്ല, അല്ലെങ്കിൽ വന്നിരുന്നെങ്കിൽ കൊള്ളാം എന്ന് തോന്നുന്നുണ്ടോ? എനിക്കിപ്പോൾ ഈ പറഞ്ഞ പോലെ ആവേശം സിനിമ അത് ഡിഫറെൻ്റ് ആണ്. ഓക്കെ, എല്ലാ സിനിമയിലും ഹീറോയിൻ വേണം എന്നുള്ള നിർബന്ധം എനിക്കില്ല. ഇങ്ങനെ പറയുന്ന നായികമാരെ ഞാൻ അധികം കണ്ടിട്ടില്ല. എല്ലാം സിനിമയാണ് ഡിഫറെന്റ്. കാരണം ഞാൻ മഞ്ഞുമൽ ബോയ്സ് അത്രയും എൻജോയ് ചെയ്തു, ആവേശം അത്രയും എൻജോയ് ചെയ്തു. കാരണം ആ സിനിമ അങ്ങനെയാണ്, രോമാഞ്ചം. അപ്പം എന്തിന് നായികമാർ എന്ന അങ്ങനത്തെ ഒരു ഇതെനിക്ക് തിങ്കിങ് ഇല്ല. അപ്പൊ ശരിക്കും ആവേശത്തിലെ നായികമാരെ ചോദിച്ചവർക്ക് ഉള്ളൊരു മറുപടി തന്നെയാണ് ശരിക്കും നായിക എന്നുള്ള നിലയിൽ അംഗീകാരം കിട്ടുന്നത് ഞാൻ കരുതാണ്. അങ്ങനെ നമുക്ക് നമ്മളത് 1-to-1 മറുപടി ആയിട്ടല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഒരു വുമൺ തന്നെ ഈ നിലയ്ക്ക് ചിന്തിക്കുന്നതും ശരിക്കും ഒരു കൈൻഡ് ഓഫ് 2 അഭിപ്രായങ്ങൾ വുമൻസിന്റെ ഇടയിൽ നിന്ന് വരുന്ന ഒരു നമുക്കൊരു ഹാപ്പിനെസ് തോന്നുന്ന ഒരു കാര്യമാണ്. കാരണം ഡിസ്കഷൻ നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടാവട്ടെ എന്ന് തോന്നുന്നു. എനിക്ക് ആക്ച്വലി ഞാൻ മഞ്ഞുമൽ ത്രൂ ഔട്ട് കാണുമ്പോഴും ആവേശം കാണുമ്പോഴും ഇതിലെവിടെ ഒരു നായിക ഇല്ലാത്തതെന്ന് എനിക്ക് ഒരു സെക്കൻഡ് പോലും ചിന്തിച്ചില്ല. അവരുടെ ഒരു ആബ്സെൻസ് നമുക്ക് ഫീൽ ചെയ്യിക്കാതെയാണ് ആ മൂവി ചെയ്തിരിക്കുന്നത്. അതിന്റെ ആവേശം വെറുതെ പക്ഷേ ആവേശം പോലെയോ മഞ്ഞുമൽ ബോയ്സ് പോലെയോ സ്ത്രീ കഥാപാത്രങ്ങളെ വെച്ചുകൊണ്ട് പുരുഷൻ ഇല്ലല്ലോ എന്ന് തോന്നിക്കുന്ന സിനിമകൾ എത്രത്തോളം ഇൻഡസ്ട്രിയിൽ ഇറങ്ങുന്നുണ്ട്. ഇപ്പൊ ഉള്ളൊഴുക്ക് വന്നില്ലേ? പക്ഷെ ഉള്ളൊഴുക്ക് ആവേശം പോലൊരു ഇൻഡസ്ട്രി ഹിറ്റ് ആയിട്ട് മാറിയിട്ടുണ്ടോ നിലയിൽ? ഇറങ്ങി 1 വീക്കല്ലേ ആയിട്ടുള്ളൂ. അതെ, പക്ഷെ യൂത്ത് ആണ് ശരിക്കും മൂവീസ് കൂടുതലും എൻഗേജിങ്ങും ഇൻഡസ്ട്രിയിൽ ഹിറ്റ് ആക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നത്. പക്ഷെ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യിക്കാൻ പാകത്തിനുള്ള കോണ്ടന്റ് എപ്പോഴും ഞാൻ നോക്കിയെടുത്തോളം മെയിൽ ഓറിയന്റഡ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് ആണ് വരുന്നത്. മേ ബി ഇപ്പൊ നമ്മുടെ മലയാള സിനിമ സംഭവങ്ങൾ, അതെ, ഈ മലയാള സിനിമ എന്ന് നമ്മൾ പറയുമ്പോഴും ഫസ്റ്റ് വരുന്ന 2 പേര് മമ്മൂട്ടി, മോഹൻലാൽ ആയിരിക്കും. പക്ഷെ അവിടെ മികച്ച നടിമാർ ഉണ്ടാകാഞ്ഞിട്ടല്ല. അപ്പൊ എന്തുകൊണ്ടായിരിക്കും ഒരു സൊസൈറ്റിയുടെ ഒരു മെയിൽ ഡോമിനൻസ് തോട്ടിന്റെ റിസൾട്ട് ആയിരിക്കുമോ ആണുങ്ങൾ കൂടുതൽ കാലം ഓർമ്മിക്കപ്പെടുന്നത്? സത്യം പറഞ്ഞാൽ ഇതൊക്കെ പറയണെങ്കിലേ അങ്ങ് പുരാണം തൊട്ട് ആൾക്കാരുടെ മൈൻഡ് മാറ്റി തുടങ്ങണം. അതൊന്നും നമുക്ക് ഫോളോഡ്. എനിക്ക് തോന്നുന്നു ഇപ്പോഴാണ് കുറച്ചെങ്കിലും രീതിയിൽ ഒരു ഡിഫറൻസ് വന്നിട്ടുള്ളത്. പോസിറ്റീവ്. ഇപ്പം ഉർവശി മാമിനെ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കുന്നു. നയൻതാര, ഷീസ് ക്രിയേറ്റഡ് എ ബെഞ്ച് മാർക്ക് ആസ് എ ലേഡി സൂപ്പർ സ്റ്റാർ ഇൻ സൗത്ത്. അപ്പോൾ അങ്ങനെ ചേഞ്ചസ് വരുന്നുണ്ട്. അതിനി കുറച്ച് സമയം കൂടെ കഴിയുമ്പോൾ ഈ ഒരു ലെവലിലേക്ക് എത്തും. ഈക്വാലിറ്റി, അതെ, വിശ്വസിക്കുക. ഈക്വാലിറ്റി റെമ്യൂണറേഷന്റെ കാര്യത്തിൽ അത് ശരിയാട്ടോ, അതൊരു പോയിന്റാണ്. മേ ബി ബിക്കോസ് ഇത്രയും പെർഫോം ചെയ്യാനുള്ള ഈ പറഞ്ഞ എക്സാമ്പിൾ പോലെ നയൻതാര മാമിന് എന്തായാലും നല്ല പേയ്മെന്റ് കിട്ടുന്നുണ്ടല്ലോ. ദാറ്റ്സ് ബിക്കോസ് ഷീ ഈസ് പ്ലേയിങ് ദ ടൈറ്റിൽ ക്യാരക്ടർ. അപ്പോൾ ആ ലെവലിലുള്ള എന്താ പറയുക സ്ക്രിപ്റ്റ്സ് വരണം. അതെ, എനിക്ക് തോന്നുന്നു ഇതിനൊരു ബെറ്റർ മറുപടി പറഞ്ഞിട്ടുള്ളത് വിനീത് ശ്രീനിവാസൻ ഇന്റർവ്യൂലാണല്ലേ. കാരണം അവരുടെ ഒരു മാർക്കറ്റ് വാല്യൂ, സിനിമ അൾട്ടിമേറ്റ്ലി ഒരു ബിസിനസ് ആണ്. അപ്പോൾ മാർക്കറ്റ് വാല്യൂ ഉള്ളത് ആണായാലും പെണ്ണായാലും അവർക്ക് കിട്ടേണ്ട റെമ്യൂണറേഷൻ എന്താണോ അത് ഇൻഡസ്ട്രിയിൽ നിന്ന് ബെസ്റ്റ് തന്നെ കിട്ടും. അതിനവിടെ ജെൻഡർ ഇക്വാലിറ്റിയെ അത് ബാധിക്കുന്നില്ല എന്നുള്ളതാണ്. അതാ ഞാൻ പറഞ്ഞത്. ഇപ്പം നയൻതാര മാമിനും പുള്ളിക്കാരിക്ക് വേണ്ടി തന്നെ ചെയ്യുന്നുണ്ട്, ഡയറക്ഷൻ ചെയ്യുന്നുണ്ട്, അത്രയും ബിഗ് ഫാൻ ഫോളോയിങ് ഉണ്ട്. അതാ ഞാൻ പറഞ്ഞത്. അങ്ങനെ ഒരു ലെവലിലേക്ക് മേ ബി വേറെ ഒരു 10 പേരും കൂടെ എത്തുകയാണെങ്കിൽ ഈ സെയിം ഇറ്റ് വിൽ ബിക്കം കംപ്ലീറ്റ്ലി ഈക്വൽ. അപ്പൊ ഞാൻ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്, പ്രേക്ഷകർക്ക് ഒരുപാട് ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യം, പ്രത്യേകിച്ചും ഒരു യുവ നടിയാകുമ്പോൾ യുവാക്കളായിട്ടുള്ള ഒരുപാട് ആരാധകരുണ്ടാവും. അപ്പൊ ആരാധകരുടെ ഒരു കൺഫ്യൂഷൻ ആണ്, ഓൾറെഡി കമ്മിറ്റഡ് ആണോ, മാരീഡ് ആണോ, അതായത് മാരേജ് ഇനി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടോ?
ഒരുപാട് അവരെ കുറ്റം വെച്ചിട്ട് കാര്യമില്ല, നമ്മൾ ഉൾപ്പെടുന്ന ആൾക്കാർ ആ ഒരു കാലഘട്ടത്തിൽ ചിന്തിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടിയിട്ട് ഈ അങ്കിത വിനോദിന്റെ ഈ വിനോദ് ആരാണെന്ന് പറയാം. എന്റെ അച്ഛനാണ്. എങ്ങനെ ചോദിക്കാം? അങ്ങനെയല്ല, പൊതുവെ ഇപ്പം ചിലര് ഹസ്ബൻഡ് അങ്ങനെയാണോ എന്ന് ക്ലാരിഫൈ ചെയ്ത് കൊടുക്കാം. ഈ കാര്യം എനിക്കറിയാം. കല്യാണം കഴിഞ്ഞാൽ ഞാൻ എന്റെ പേരൊന്നും മാറ്റാൻ പോകുന്നില്ല. വെരി ഗുഡ്. ഞാൻ മാറ്റില്ല, അതിന്റെ ആവശ്യമില്ല. ഈ മറ്റേ ദുൽഖർ ബാംഗ്ലൂർ ഡേയ്സിൽ പറയുന്നില്ല, ഇതെന്താ ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് ആണോ? നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് ഇത്. നമുക്ക് തോന്നുന്നു ഇനി കല്യാണം കഴിക്കാൻ പോകുന്നവർക്ക് ഒരു നല്ല മാതൃകയാവുന്ന ഒരു ആൻസർ ആണ്. അതെ. അപ്പം മാരേജിനെ കുറിച്ച് പറഞ്ഞ സ്ഥിതിക്ക് കല്യാണം കഴിഞ്ഞിട്ട് പൊതുവേ പറഞ്ഞു വരുന്നതാണ് നായികമാർ അല്ലെങ്കിൽ നടിയായിരുന്നവര് കല്യാണം കഴിഞ്ഞിട്ട് അഭിനയിക്കും എന്നുള്ളത്. അപ്പം എന്താണ് അങ്കിത അതിനെ കുറിച്ച് കാണുന്നത്? കല്യാണം കഴിഞ്ഞും അഭിനയം തുടരൂ? Obviously, yes. കല്യാണം കഴിക്കോ? അതിന് മുന്നേ കല്യാണം കഴിക്കോ? അത് നടന്നു. അല്ല, വ്യക്തിപരമായ കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ടോ? ഇല്ല. ആഗ്രഹമില്ലേ? ഞാൻ അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല. കാരണം ഇപ്പം എൻ്റെ മൈൻഡില് ഞാനിപ്പം ഓക്കെ സിനിമ ചെയ്തു, ഇനി വാട്ട് ഈസ് മൈ ഫ്യൂച്ചർ എന്നുള്ള രീതിയിലാണ് ഞാൻ ചിന്തിക്കുന്നത്. മോർ ദാൻ ഫാമിലി ഓർ ഓക്കെ എൻ്റെ ഫാമിലി, എൻ്റെ അച്ഛനമ്മ, അനിയത്തി, ദാറ്റ്സ് മൈ ബിഗ്ഗസ്റ്റ് ട്രഷർ. പുതിയൊരാളും കൂടെ ലൈഫിൽ വന്നു കഴിയുമ്പം ഞാൻ എങ്ങനെ, ഇല്ലെങ്കിൽ എൻ്റെ ലൈഫ് മൊത്തത്തിൽ മാറും, അങ്ങനത്തെ കുറേ ടെൻഷൻസ് ഒക്കെ ഉണ്ടല്ലോ. എനിക്ക് തോന്നുന്നു ഇപ്പം എല്ലാവരും പറയും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിച്ചു തുടങ്ങുമ്പം എല്ലാവരും പറയും എന്തിനാ ഇനി കല്യാണം കഴിക്കുന്നത്. ആ ഒരു ലെവലിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അതായത് വ്യക്തിപരമായ കല്യാണം ഒരു പ്രയോറിറ്റി സാധനമാണെന്ന് കാണുന്നില്ല. ഓക്കെ, അതും നോട്ട് ദ പോയിന്റ്. അപ്പം കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ അഭിനയം തുടരാൻ തന്നെ, അഥവാ കഴിക്കുകയാണെങ്കിൽ കഴിഞ്ഞാൽ തുടരാൻ തന്നെയാണ്. ഇതിനെ സാക്രിഫൈസ് ചെയ്യുന്ന രീതിയിൽ ഞാൻ ഇപ്പോഴും ഉണ്ടോ അങ്ങനെ സാക്രിഫൈസ്? അതായത് കല്യാണം കഴിഞ്ഞിട്ട് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് കല്യാണം കഴിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അങ്ങനെ വിമുഖത കാണിക്കുന്ന ചെറുപ്പക്കാരൊന്നും ഉണ്ടോ? എനിക്ക് സംശയമുണ്ടോ? ചെറുപ്പക്കാരില്ലെങ്കിലും വീട്ടുകാരുണ്ട്. അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അനുഭവം എന്ന് വെച്ചാൽ ഇപ്പം ഇപ്പോഴും മാട്രിമോണിയിൽ എൻ്റെ അച്ഛനും അമ്മയും കൊടുത്തത് കോൾസ് കൊടുത്തിട്ടുണ്ടോ? കൊണ്ടായിരുന്നത്. ഇപ്പൊ പ്രൊപ്പോസൽസ് ഇങ്ങനെ വന്നു. അപ്പോൾ അപ്പോഴും ആദ്യം ചെറുക്കൻ ഇങ്ങനെയാണ് എല്ലാം സംസാരിച്ച് കഴിഞ്ഞിട്ട് വീട്ടിൽ അച്ഛനും അമ്മയും ചോദിക്കും മോൾക്ക് കല്യാണം കഴിഞ്ഞാൽ അഭിനയിക്കാനാണോ താല്പര്യം? ഇപ്പോഴും ചോദിക്കാറുണ്ട്. ആണെന്ന് പറഞ്ഞിട്ട് എൻ്റെ അച്ഛനും അമ്മയും തന്നെ പറയാം അവൾക്ക് അതൊക്കെ തന്നെയാണ് ആഗ്രഹം എന്ന് പറഞ്ഞാൽ അവരെന്നെ കോള് കിട്ടി. അപ്പോൾ അതിനുശേഷം അവർ പ്രൊസീഡ് ചെയ്യാൻ താല്പര്യം കാണിച്ചിട്ടില്ല? ഇല്ല. ശരിക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ശരിക്കും. അപ്പോൾ വിവാഹത്തെ കുറിച്ച് സംസാരിച്ച സ്ഥിതിക്ക് ഞാനൊരു പേടിയുള്ള ആളാണോ അതോ ധൈര്യമുള്ള ആളാണോ പേടിയുള്ള ആളാണോ? സെൽഫായിട്ട് എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്? എനിക്ക് അല്ല, പേടി എന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ ഫ്യൂച്ചർ, ഞാൻ എടുക്കുന്ന ഡിസിഷൻസ് തെറ്റാകൂ എന്നുള്ള പേടിയാണ് എനിക്ക് ലൈഫിൽ. ഓക്കെ, അങ്ങനെ പേടിക്കേണ്ട കാര്യമുണ്ടോ? കാരണം നമ്മൾ എടുക്കുന്ന ഡിസിഷൻ എന്തായാലും ആക്ച്വലി നമുക്ക് തോന്നിയൊരു കാര്യം റൈറ്റ് എന്ന് തോന്നുന്ന കാര്യം ചെയ്യല്ലേ? അത് തന്നെ, അത് റൈറ്റ് ആവാൻ ആദ്യം തോന്നണം. ഓക്കെ, ദിസ് ഈസ് റൈറ്റ് എന്നും പറഞ്ഞ് നമുക്ക് ആദ്യം തോന്നണമല്ലോ. സംഭവം നമ്മളെ കൺവിൻസ് ചെയ്യിക്കുന്ന, അതായത് അത് റൈറ്റ് ആണ് നമ്മൾ കൺവിൻസ്ഡ് ആയിട്ടായിരിക്കും നമ്മളൊരു ആക്ഷൻ എടുക്കുന്നത്. അതിപ്പോൾ ഈവൻ റോങ് ആയാലും അതിൽ റിഗ്രറ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ? റിഗ്രറ്റ് അല്ല, എനിക്ക് ആ ഒരു ഫിയർ ഉണ്ട്. ലൈക്ക് എടുക്കുന്ന ഡിസിഷൻസ് ഞാൻ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഒരു 100 വട്ടം ആലോചിച്ചിട്ട് ഞാൻ ഒരു ഡിസിഷൻ എടുക്കും. ഓക്കെ, അപ്പോൾ അവിടെ ഒരു ഡിസിഷൻ എടുക്കുന്നതിൽ എപ്പോഴും ഒരു പേടി തോന്നാറുണ്ട്. അപ്പോൾ ആരുടെങ്കിലും സഹായം എടുക്കാറുണ്ടോ? അച്ഛൻ, അമ്മ ഇവരെയൊക്കെ കൂടുതൽ റിലേ ചെയ്യാറുണ്ടോ? എൻ്റെ ക്ലോസ് ഫ്രണ്ട്സ് ഉണ്ട് 2-3 പേര്, അപ്പോൾ അവരെ തന്നെ വിളിക്കും. എൻ്റെ സിസ്റ്റർ ഉണ്ട്, ഷീ ഈസ് ലൈക്ക് മൈ ബിഗ്ഗസ്റ്റ് ഫ്രണ്ട്. അത് അവിടെ തീരും. ഓക്കെ, അപ്പോൾ ഞാൻ ചോദിക്കാൻ വന്ന വേറെ ഒന്നുമില്ല. എനിക്കൊരു ധൈര്യമുള്ള ആളാണെങ്കിൽ ആളിനോട് ഒരു ചോദ്യം ചോദിക്കണമെന്ന് കരുതിയിട്ട് വന്നതാണ്. പക്ഷേ എനിക്ക് ആ ചോദ്യം ചോദിച്ചാൽ ആൻസർ കിട്ടുമെന്ന് അറിയില്ല. വലിയ കാര്യമൊന്നുമല്ല, ഞാൻ ബിൽഡപ്പ് ഇടുന്നതുകൊണ്ട് ചിലപ്പോൾ തെറ്റിദ്ധരിക്കണ്ട. ഏജ് പറയാൻ കുഴപ്പമുണ്ടോ? ഏജ് ഓൾറെഡി പബ്ലിഷ്ഡ് ആണ്. എന്നാലും എത്രയാണ് പറയൂ നോക്കട്ടെ, പബ്ലിഷ് ചെയ്ത് ഞാൻ ഇയർ പറയാം. എനിക്ക് അത് മാത്രമേ ഓർമ്മയുള്ളൂ. ഞാൻ പലതും മറന്നു പോയി സംസാരത്തിനിടെ. 1996 അല്ല, ആണോ? അല്ലെങ്കിൽ 2000? ഇത് രണ്ടും അല്ലേ? ചുമ്മാ ഞാൻ വായിച്ചതാണല്ലോ. പബ്ലിഷ് ചെയ്തത് ഭയങ്കര ആധികാരികമായിട്ടാണ് പറഞ്ഞത്. പബ്ലിഷ് ചെയ്തു, പിന്നെ എന്താണ് പ്രശ്നം? ഞാനിത് ശരിക്കും വായിച്ചതാണല്ലോ. എനിക്ക് തെറ്റായ ഡാറ്റ ആരെങ്കിലും അയച്ചു തന്നാ? ഈ വിക്കിപീഡിയ ഉർവശി മാമിയുടെ പ്രസ് മീറ്റിൽ പറഞ്ഞുള്ളതൊക്കെ ഉണ്ട്. ഈ വിക്കിപീഡിയയിൽ കാണുന്ന ഒന്നും സത്യമല്ല, വിശ്വസിക്കുക. അതെ, എനിക്കതറിയാം. പക്ഷെ എനിക്ക് വിക്കിപീഡിയ നിന്ന് കിട്ടിയതല്ല, എനിക്ക് ചില ഓതറൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരിൽ നിന്ന് ഇപ്പോൾ കിട്ടിയതായിരുന്നു. എന്നാ ശരി, ഞാൻ തോൽവി സമ്മതിച്ചു. ഇനി പറഞ്ഞു. ഓക്കെ, ഒരു റേഞ്ച് പറ, അറ്റ്ലീസ്റ്റ് നോക്കാമല്ലോ, ഗസ് ചെയ്യ്. ശരി, ഞാൻ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള റേഞ്ച് പറഞ്ഞാൽ ഒരു 35-40, അല്ല സോറി 30-35. അല്ല, ഞാൻ തമാശ ശരിക്കും പറയാം. ഒരു എങ്ങനെ പറയും, 20-25 അതാകുമ്പോ സന്തോഷം തോന്നുന്നത്. ഓ, സന്തോഷിക്കാൻ വേണ്ടി പറയല്ല. ഫേസ് കണ്ടിട്ട് എനിക്ക് പറയാൻ എനിക്ക് അത്രയും കഴിവില്ലാന്ന് തോന്നുന്നു. സോറി. 29. അത് ഞാൻ പ്രതീക്ഷിച്ചില്ല. എനിക്ക്
എനിക്ക് തോന്നുന്നു എല്ലാവർക്കും പുതിയ അറിവായിരിക്കും. പക്ഷെ ഈ 1996 അപ്പം ബോധപൂർവ്വം ആരെ കൊണ്ട് വ്യാജമായിട്ട് ഇടിച്ചതായിരിക്കും. ഞാൻ ഇരിപ്പിച്ചതല്ല, എല്ലാരും ആയിരിക്കും. ആണോ? ഓക്കെ, എന്തായാലും ഹെൽപ്ഫുൾ ആയിരിക്കും. കല്യാണത്തിനെ കുറിച്ചൊക്കെ ഒരുപാട് സംസാരിച്ചുകൊണ്ട് ആൾക്കാർ ഏജിൽ ക്യൂരിയസ് ആയിരിക്കും.